അടുത്ത വാർത്തയിലേക്ക് പോയാൽ കർണാടകയിൽ വെച്ച് KSRTC ബസ്സിന് നേരെ അതിക്രമം, ബസ്സിന് നേരെ മുട്ടയേറുണ്ടായി. ബിഡതിയിൽ വെച്ചാണ് രാത്രിയിൽ അതിക്രമം ഉണ്ടായത്. KSRTC മറിഞ്ഞ് 2 പേർ മരിച്ച സ്ഥലത്തിന് സമീപത്ത് വെച്ചാണ് ഈ അതിക്രമം ഉണ്ടായത്. സ്ഥലത്ത് കേരള വണ്ടികൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും ആരോപണമുണ്ട്. പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മലയാളി അസോസിയേഷൻ. അരുൺ പുപ്രമ്പ ചേരുന്നു. അരുൺ, അതെങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് സ്ഥിരമായി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു? ഈ കേരളത്തിൽ നിന്നുള്ള വണ്ടികളാണ് അതിൽ അപകടത്തിൽപ്പെടുന്നത്. ഇപ്പോൾ ഇതാ ഒരു മുട്ടയേർ ആക്രമണവും ഉണ്ടാകുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, ബിഡതി എന്ന സ്ഥലം ബംഗളൂരു സിറ്റിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിലൂടെ നിരവധി കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾ, KSRTCകളൊക്കെ രാത്രി സമയത്തും ഈ പുലർച്ചെ സമയങ്ങളിലൊക്കെ കടന്നു പോകുന്നതാണ്. ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് എന്നതാണ് ഈ മലയാളി അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. KSRTC ബസ് ബംഗളൂരുവിൽ നിന്ന് രാത്രി യാത്ര പുറപ്പെട്ട് കാസർഗോട്ടേക്ക് വരുന്നതാണ്. അതിനിടെ ബിഡതിയിൽ വെച്ച് ചീമുട്ടയേറാണ് ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് ഇത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുന്നു. നമുക്കറിയാം, രാത്രി സമയങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായാൽ വാഹനം നിയന്ത്രണം വിടാനും അപകടത്തിൽപ്പെടാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾക്കെതിരെ ഇത്തരം ആക്രമണങ്ങളും അതിക്രമങ്ങളും പ്രത്യേകിച്ച് ബംഗളൂരു സിറ്റിയോട് ചേർന്ന ഈ ബിഡതിയിലും പ്രദേശത്തൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന പരാതി കൂടി മലയാളി അസോസിയേഷനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ KSRTC കണ്ടക്ടർ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇത്തരം അതിക്രമങ്ങൾ വാഹനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മലയാളി അസോസിയേഷൻ. ഇത് സംബന്ധിച്ച് കർണാടക പോലീസ് അന്വേഷണം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.